Hello friends, welcome back to our channel Handmade Days. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ ഗാർഡനിങ് വീഡിയോസാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വെള്ളത്തിലും അതുപോലെ മണ്ണിലും വളർത്താവുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അൺബോക്സ് ചെയ്യാം. നമുക്ക് അൺബോക്സ് ഇല്ലെങ്കിൽ ഞാൻ കൊറിയർ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയെന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് വാട്ടർ പോപ്പി ആണ്. ഇതിൽ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇത് ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് ഇതെല്ലാവർക്കും അറിയാലോ. ഇത് പെന്നിവേർട്ടാണ്. നല്ല പാക്കിംഗ് ആണ്. നല്ല വെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ദിവസം ഫിലോഡെൻഡ്രോൺ, അതായത് ഹാർട്ട് ലീഫ് എന്ന് പറയുന്ന ചെടിയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു യെല്ലോ ലൈൻ പോകുന്നുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ കട്ടിങ്സ് ആണ്. നല്ല ഹെൽത്തിയാണ്. ഇതൊട്ടും വാടിയിട്ടില്ല. ഇപ്പോഴും നല്ല വെറ്റ് കണ്ടീഷനിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇതും നമ്മുടെ ഹാർട്ട് ലീഫ്, അതായത് ഫിലോഡെൻഡ്രോൺ, അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോൺ ഹാർട്ട് ലീഫ് ഓക്സാലിസ്, ഫിലോഡെൻഡ്രോൺ ഓക്സാലിസ്, അങ്ങനെ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ ലീഫിനൊരു നിയോൺ ഷെയ്ഡാണ്. ഒരു നിയോൺ യെല്ലോയിഷ് ഗ്രീനിഷ് ഷെയ്ഡാണ്. ഇത് പെപ്പറോമിയാണ്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ഫിറ്റോണിയാണ്. ഇത് ഹാർട്ടാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ 2 ഫേൺസ് ആണ് വാങ്ങിയത്. ഇത് വേറൊരു ടൈപ്പാണ്. ഇതതുപോലത്തെ ഇത് കുഴപ്പമില്ല. ഫേൺസും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ലീഫാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ചെയ്യാനും അതുപോലെ തന്നെ ബോട്ടിലിൽ സെറ്റ് ചെയ്യാനും പറ്റും. ഇത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് വലിയൊരു പ്ലാന്റ് ആണ്. ഇത് വേറൊരു ടൈപ്പ് ആണ്. ഇത് ഒരു ഫേണാണ്. പക്ഷേ ഇതിന് നല്ല വലിയൊരു ലീഫ് ഉണ്ടായിരുന്നു. അത് ബോക്സിൽ മടക്കി വെച്ചിരിക്കുന്നത് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് ഇങ്ങനെയാണ് ഒരു പ്ലാന്റ്. ഇതിൻ്റെ ലീഫിൽ ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പ്രൈസ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, നോക്കിയിട്ട് വേണം, മറന്നുപോയി. അപ്പോൾ ഇത് ഇന്നലെയാണ് ഓർഡർ ചെയ്തത്. ഇന്നലെ തന്നെ അവർ കൊറിയർ ചെയ്തു. ഇന്ന് തന്നെ കിട്ടുകയും ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് കിട്ടി. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എല്ലാം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണണ്ടേ. അപ്പം പെന്നിവേർട്ടും അതുപോലെ വാട്ടർ പോപ്പിയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വാട്ടർ പ്ലാന്റ്സ് ആണെന്ന്. അപ്പോൾ നമുക്കത് താമര നടുന്ന പോലെ നടാം. മറ്റുള്ള പ്ലാന്റ്സ് എല്ലാം ഇപ്പോൾ ഞാൻ പോട്ടിലേക്ക് മാറ്റിയിട്ടില്ല. ജസ്റ്റ് ഞാനത് വേര് പിടിക്കാത്ത ചെടികളാണല്ലോ. അപ്പോൾ റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കൊക്കോപ്പീറ്റ് ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഞാനൊരു കവറിലാണ് വെച്ചത്. ഇതിനുശേഷം ഞാൻ പോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താം കേട്ടോ ഇതിലേക്ക്. ഞാനിവിടെ പോട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് മണൽ, പിന്നെ എംസാൻഡ്. നല്ല മണൽ കിട്ടുവാണെങ്കിൽ അത് എടുക്കാം. പക്ഷേ മണൽ കിട്ടാനിപ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമുക്ക് പറമ്പിൽ തന്നെയുള്ള മണ്ണ് കുറച്ച് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് സോയിൽ. പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് എംസാൻഡ്. അതിവിടെ വീട് പണിക്ക് ചെയ്തിട്ട് കുറച്ച് തരി ഉള്ളത് ബാക്കി കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊക്കോപ്പിറ്റ് നമുക്കൊരു 3:1 റേഷ്യോയിൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെയാണ് എംസാൻഡും 3:1 റേഷ്യോയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഫംഗിസൈഡാണ്. ഇവിടെ ഓർഗാനിക് ഫംഗിസൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്യൂഡോമോണാസ് എല്ലാ നഴ്സറിയിലും അവൈലബിൾ ആണ്. അപ്പം അത് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു 10 ഗ്രാം 15 ഗ്രാം അടുത്ത് വേണ്ടി വരും. ഇതിപ്പോൾ ഒത്തിരി ചെടികളുണ്ടല്ലോ പ്ലാന്റ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് വേറെയും കുറച്ച് ചെടികളുണ്ടായിരുന്നു പ്ലാന്റ് ചെയ്യാൻ. അപ്പം ഞാൻ ഏകദേശം ഒരു 15 ഗ്രാമോളം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു തീപ്പെട്ടിക്കുള്ളിൽ കൊള്ളുന്നത്ര. ഇനി നമുക്കിത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പോട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ പോട്ട് ചെയ്യുന്നത് ചട്ടിയിലല്ല, പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ്. അതിൽ നമ്മൾ വീട്ടിൽ പുട്ടുപൊടി അങ്ങനെ പിന്നെ മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റ്സ് എടുത്ത് വയ്ക്കുക. സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്കിതിൽ റൂട്ട് ചെയ്യാനുള്ളത് ഇങ്ങനെ വയ്ക്കാം.
റൂട്ട് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്, നിങ്ങൾക്കും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. സോ ഗ്രോ ബാഗ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ട, റൂട്ട് ചെയ്യാനുള്ള ഗ്രോ ബാഗ് വാങ്ങണ്ട എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതൊരു റീയൂസ് ഐഡിയയുമാണ്, അതുപോലെ തന്നെ ചീപ്പസ്റ്റ് വഴിയുമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് ഇവിടുത്തെ മണ്ണ് ബ്ലാക്ക് സോയിലാണ്. ചില പ്രദേശങ്ങളിലൊക്കെ ചെമ്മണ്ണായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നല്ല മണൽ കിട്ടാനുണ്ടെങ്കിൽ അതെടുക്കാം. അതിന് പകരമാണ് എംസാൻഡ് യൂസ് ചെയ്തത്. ഇതെടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ തന്നെ അതിൽ ഈർപ്പത്തിൻ്റെ അംശം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കോപീറ്റ് ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ വേരിന് അതിൻ്റെ ഇഷ്ടത്തിന് വളരാനായിട്ടാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ചെമ്മണ്ണ് മാത്രം നിറയ്ക്കുമ്പം കൊച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. അപ്പോൾ വേരുകളെല്ലാം കട്ടി പിടിച്ചു പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണലും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമുക്കിത് നമ്മുടെ കവറിലേക്ക് നിറയ്ക്കാം. ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട, ഒരു പകുതി ഭാഗം നിറയ്ക്കാം. നിറച്ചതിന് ശേഷം ചെടി നടുമ്പം അതിൻ്റെ കട്ടിങ്സ് ആണല്ലോ, റൂട്ട് വരാത്തതാണ്. ഇനി റൂട്ട് വന്നതാണെങ്കിലും അതിൻ്റെ റൂട്ടൊന്നും പൊട്ടിപ്പോകാതെയും അതിനെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ സോഫ്റ്റായിട്ട് വേണം ചെടി നടാനായിട്ട്. അപ്പം ഇവിടെ ജസ്റ്റ് നമ്മൾ കവറിൽ പകുതി മണ്ണ് നിറയ്ക്കുന്നു, ഇതിൻ്റെ കട്ടിങ്സ് അതിലേക്ക് ഇറക്കി വയ്ക്കുന്നു, പിന്നെ വീണ്ടും ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ്. അതായത് ചില ആൾക്കാരൊക്കെ ചെടി നടുക, കവറങ്ങ് ഫില്ല് ചെയ്യും, എന്നിട്ട് അതിലേക്ക് കുത്തി ഇറക്കുക ചെയ്യുക. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് ഡ്രെയിനേജ് ഹോൾ ഇട്ട് കൊടുക്കണം. ചെറിയൊരു ഇറുക്കിലിയോ കമ്പിയോ ഉപയോഗിച്ചിട്ട് കുറച്ചധികം ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചെറിയ ഹോൾസ് ആയതുകൊണ്ട് പിന്നെ ഇത് വേര് പിടിക്കാനായിട്ട് അധികം വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല, ചീഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് ഡ്രെയിനേജ് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പം എല്ലാവരും ചെടിയൊക്കെ നടുക. ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സേഷനും നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഗാർഡനിങ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ പ്ലാന്റ് ലവേഴ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ലിങ്ക്, അതായത് സെല്ലറിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഡിസ്ലൈക്ക് ചെയ്യാം. ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി ഓളാക്കി വയ്ക്കുക. അപ്പം ഭാവിയിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനിലൂടെ കിട്ടും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.